ഹലോ, ഞാൻ സുനി സജി, രേവതി ബ്യൂട്ടി പാർലർ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോട്ര. ഓപ്പോസിറ്റ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. നിങ്ങൾക്ക് നന്മയുണ്ടായാലേ ഞങ്ങൾക്കത് അനുഗ്രഹമാണ്. ലോകത്തിൽ ആർക്ക് നന്മയുണ്ടായാലും നമുക്കത് ഏതെങ്കിലും രീതിയിൽ അനുഗ്രഹമായിരിക്കും. ലോകത്തിൽ എല്ലാവർക്കും ബുദ്ധി ഉണ്ടായാലും നമ്മളത് കൊണ്ടല്ലേ ഇപ്പോൾ മിക്സി, ഫാൻ ഇതെല്ലാം ഓരോരുത്തരെ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഗുണാർക്ക നമുക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകാനും നല്ല ബുദ്ധി ഉണ്ടാകാനും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം അതിൻ്റെയൊക്കെ മറ്റുള്ളവർക്ക് പാട്ട് പാടാൻ അനുഗ്രഹം ദൈവം കൊടുത്തേക്കണേ എനിക്ക് കേൾക്കാൻ വേണ്ടിയാണ്. അങ്ങനെയാണ് എല്ലാ കാര്യവും. ഓരോരുത്തർക്ക് അനുഗ്രഹം നമ്മളൊക്കെ ഓർക്കുകയോ അവനൊക്കെ എന്ത് കഴിവ്. നമുക്കൊരു അസൂയ പണ്ട് തോന്നൂലായിരുന്നു. ഇതൊക്കെ അറിഞ്ഞേ പിന്നെ എൻ്റെ അസൂയൊക്കെ മാറി. ഇപ്പോൾ വചനം പറയുകയാണ്, യാക്കോബ് 1:5-6 പറയുക, നിങ്ങളിൽ ഒരുത്തനും ജ്ഞാനം കുറവാകുന്നെങ്കിൽ ഫലസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. നമുക്ക് ദൈവത്തോട് ചോദിക്കുമ്പോൾ ഏറ്റവും വേണ്ടത് വിശ്വാസമാട്ടോ. വിശ്വസിച്ചാൽ നീ ദൈവനാമം മഹത്വം കാണും. അപ്പം നമുക്ക് എന്തെങ്കിലും കുറവുകളൊക്കെ മനുഷ്യന് കാണും. അതൊക്കെ നമ്മൾ പ്രാർത്ഥിച്ച് നേടാനാ. അപ്പോൾ ദൈവനാമം മഹത്വപ്പെടാനാ. വിശ്വസിച്ചാൽ ദൈവനാമം മഹത്വം കാണുന്നല്ലേ. അപ്പോൾ നമുക്ക് എൻ്റെ കൃപ നിനക്ക് മതി, നിൻ്റെ ബലഹീനത ഓർത്ത് നീ വിഷമിക്കേണ്ടെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ബലഹീനതയോ നമുക്ക് ബുദ്ധി കുറവാണോ എല്ലാം ദൈവത്തിനോട് ചോദിക്കാനാണ് ദൈവം പറഞ്ഞത്. നാണിക്കാതെ നീ എന്നോട് ചോദിച്ചോ. നമ്മുടെ അപ്പനോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ നമുക്ക് എന്തിനേലും നാണിക്കേണ്ട വരുമോ? ഒന്നുമില്ലല്ലോ. ആ മക്കളാന്നുള്ള ആ ധൈര്യത്തിൽ നമ്മൾ ചോദിക്കുക. ലോകത്തെ ജയിക്കാൻ പരിശുദ്ധാത്മാവിനെ ചോദിക്കുക. പരിശുദ്ധാത്മാവ് നമ്മളെ വാഴുമ്പോൾ നമുക്ക് സുബോധവും ധൈര്യവും സ്നേഹവും എല്ലാം നമ്മളിൽ ആ ആത്മാവാണ്. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ സൗമ്യതയും ധാരായ്മയും കാര്യം എല്ലാം ദൈവത്തിൻ്റെ സ്വഭാവമല്ലോ ആത്മാവിന്. ആ ആത്മാവിന് കീഴ്പ്പെട്ടിരിക്കുമ്പോൾ നമ്മൾക്ക് ആ സ്വഭാവം വരും. നമ്മൾ നന്നാകും. ഞാൻ നന്നായിട്ടല്ലേ കാര്യമുള്ളൂ. ഞാൻ നന്നായാൽ നീ രക്ഷപ്പെട്ടാൽ നിൻ്റെ കുടുംബം രക്ഷപ്രാപിക്കും. എങ്ങനെയാണ്? ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എൻ്റെ മക്കൾ രക്ഷ വരുമെന്നല്ല. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ മക്കളോടും പ്രാർത്ഥിക്കാൻ പറയും. ഞാൻ എന്നെ രക്ഷിച്ച യേശുവിനെ ഞാൻ പറഞ്ഞു കൊടുക്കുക. മക്കളെ ക്രിസ്തു യേശുവിലേക്ക് വളരാൻ എപ്പോഴും പ്രാർത്ഥിക്കാൻ പറയും. ഇങ്ങനെയൊക്കെയാണ് കുടുംബം അപ്പോഴും രക്ഷയിലേക്ക് വരും. നമുക്ക് എൻ്റെ മക്കൾക്ക് എന്നിൽ ദൈവം അനുഗ്രഹിക്കുന്ന അനുഗ്രഹമൊക്കെ കണ്ടു വളർന്നേക്കണെയാണ്. അപ്പോൾ അവർക്ക് ആ യേശു എന്താണെന്ന് അറിയാൻ പറ്റും. അപ്പം ആദ്യം നമ്മൾ നന്നാകുക. നമ്മൾ തന്നെ നന്നായാൽ എല്ലാം കുടുംബം നന്നാകും, ലോകം നന്നാകും, എല്ലാം നന്നാകും. ആദ്യം നമുക്ക് നമ്മളെ തന്നെ നന്നാക്കാൻ നോക്കാം. സഹോദരൻ്റെ കണ്ണിലെ എടുക്കണത് പറഞ്ഞുകൊണ്ടിരിക്കാണ്ട് നമ്മുടെ കണ്ണിലെ കോലെടുത്ത് ആദ്യം മാറ്റാം. അപ്പോൾ യേശുബ്രാൻ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ മുടിയുടെ ഹെയറിൻ്റെയാണ്. നമുക്കിപ്പോൾ ഒത്തിരി സമയമല്ലേ, കല്യാണ സീസണൊക്കെ അല്ലേ. അപ്പോൾ നമുക്ക് ഹെയർ മേക്ക് ഓവർ നമ്മളെ ഒത്തിരി ആൾ മാറിയ പോലെയൊക്കെ കല്യാണ സീസൺ അങ്ങനെ ഒരു സീസൺ വെച്ച് നോക്കി ചെയ്യണ്ട. എപ്പോഴും നമ്മൾ ഗ്ലാമറിൽ നടക്കുക. ചത്താലും ചമഞ്ഞ് കിടക്കണം എന്ന് പറഞ്ഞ പോലെ. ഇപ്പോൾ ഇന്നൊക്കെ കണ്ടു ഞാൻ ഒത്തിരി ഇങ്ങനെ കുറേ നാൾ കണ്ടവർക്കൊക്കെ ഭയങ്കര ചേഞ്ച്. ഒന്നാമത് ഇപ്പോഴത്തെ ചൂടും സ്കിന്നൊക്കെ ചുരുണ്ട് അങ്ങനെ ഒക്കെ. അപ്പം നമ്മൾ ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞാൽ മാസത്തിൽ ഒരു ഫേഷ്യലൊക്കെ ചെയ്യണം. നമ്മളെ യേശുബ്രാൻ വസിക്കുന്ന വിശുദ്ധ മന്ദിര. നമ്മളെ നല്ല സ്നേഹിക്കണം. നിൻ്റെ അധ്വാനഫലം നീ ഭക്ഷിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അധ്വാനിക്കണത് നമ്മൾ ഭക്ഷിക്കാണ്ട് എല്ലാം മക്കൾക്ക് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന മക്കളത് ഡർബാറടിച്ച് കളിക്കുമെന്നൊന്നും അറിയാൻ പാടില്ല. അവരെ അധ്വാനിക്കാൻ പഠിപ്പിച്ചാൽ മതി. അവർക്ക് ദൈവകൃപയെ വളർത്തിയാൽ അവരധ്വാനിച്ച് ജീവിച്ചോളൂ. അപ്പോൾ ഇതൊക്കെ എല്ലാവരും എന്നെ ഉപദേശിക്കുന്ന കേട്ടോ. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞതോളൂ കേട്ടോ. നമ്മൾ ടൂർ പോവുക, കൂട്ടായ്മ കൂടുക, ചിരിക്കുക, സന്തോഷിക്കുക, ബ്യൂട്ടി പാർലറിൽ വരിക, ഫേഷ്യൽ ചെയ്യുക, പൊടി ചെയ്യുക, ഓരോ മിനിറ്റ് നമ്മൾ സമയം തക്കത്തി വിനിയോഗിക്കുക, ദൈവത്തിൽ വസിക്കുക. അപ്പോൾ സമാധാനം, സന്തോഷം, സ്വസ്ഥയൊക്കെ ഉണ്ടാകും. അപ്പം മുടി കരാട്ടിൻ ചെയ്താൽ നമുക്ക് ഇങ്ങനെ സൂപ്പറായിട്ട് ഒഴുകിക്കിടക്കും. ഹെയർ ലാക്സിങ് ആണെങ്കിൽ ഇങ്ങനെ ഈ മുടിയൊക്കെ ഇവിടെ സ്ട്രെയിറ്റ് അറ്റത്തായിട്ട് ഇങ്ങനെ വളഞ്ഞു കിടക്കൂല ചിലർക്ക്. അതൊക്കെ ഹെയർ ലാക്സിങ് ചെയ്താൽ മതി. അപ്പോൾ അതിങ്ങനെ ചുരുണ്ട് കയറാണ്ടിരിക്കും. പിന്നെ കരാട്ടിന് ഒത്തിരി കളറൊക്കെ ചെയ്ത് വൈറ്റ് ഹെയർ ഒക്കെ വന്ന് ഫ്രിസി ആയ ഹെയറിന് കരാട്ടിനാട്ടോ. അതിപ്പോൾ ചെറുപ്പക്കാർക്കായാലും ഭയങ്കര ചുരുണ്ട മുടിക്കാർക്ക് ഭയങ്കര ഫ്രിസി ആയിട്ടല്ല ചുരുളിമ വന്നെ. അത് കരാട്ടിൻ ചെയ്യണം. പിന്നെ നമുക്ക് എല്ലാം ഹെയർ ലാക്സിങ് കരാട്ടിനും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യണ ഹെയർ എപ്പോഴും സ്പാ ചെയ്യാണ്ട് പറ്റില്ല കേട്ടോ. നമ്മൾ എണ്ണ തേക്കാത്തവരില്ല. ഇപ്പോൾ ആരും തന്നെ എണ്ണ തേക്കണില്ലല്ലോ. എണ്ണ തേക്കാത്തവർ മാസത്തിൽ 1-2 സ്പാ ചെയ്തില്ലെങ്കിൽ നമുക്ക് മുടിക്ക് ഭയങ്കര തലയ്ക്ക് ഭയങ്കര ഡ്രൈനെസ് വന്ന് താരനൊക്കെ വരും. പിന്നെ നമുക്ക് എപ്പോഴും നമ്മൾ D3 മസ്റ്റായിട്ട് കഴിക്കണം കേട്ടോ. ഞാൻ ഈ പറഞ്ഞപ്പോൾ ഓർക്കും ഈ ആഴ്ച ഞാൻ കഴിച്ചില്ല. എല്ലാ ആഴ്ചയിലും D3യുടെ ഒരു ഗുളിക എടുത്ത് ഇത് ഫോളോ അപ്പ് ചെയ്യണം. പിന്നെ ബയോട്ടിൻ, സിങ്കോവൈറ്റ്, വിറ്റാമിനൊക്കെ ഇടയ്ക്ക് ഇതൊക്കെ ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുക. ഇടയ്ക്ക് കഴിക്കാൻ മറക്കും. നമ്മൾ ഓർക്കുമ്പോൾ കഴിച്ചാൽ മതി. കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചില്ലെങ്കിലും മിക്കവാറും ഓർത്ത് കഴിക്കുക.
അപ്പോൾ ആരോഗ്യം ഉണ്ടാകട്ടെ. ഇന്നത്തെ ഫുഡാട്ടോ ഏറ്റവും വലുത്. മുട്ട, പച്ചക്കറി, ഇങ്ങനെ പച്ചക്കളറുള്ള ഫുഡ് പെട്ടെന്ന് മുടി ഉണ്ടാവും എന്നല്ലേ പറഞ്ഞേ. മുട്ടയൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ വീഡിയോസ് കാണുക. അപ്പോൾ 4 മണിക്കൂർ വേണം രാവിലെ വരിക. നമ്മൾ ചെയ്യുന്നത് കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ, ബയോടാനിസ, അതുപോലെ മുടി ചെയ്യുന്നത് നമ്മൾ ഷോസ്കോഫിൻ്റെ എല്ലാം ബ്രാൻഡഡ്. ആ ഫേഷ്യലായാലും എല്ലാം നിങ്ങൾ ആ ലക്ഷറി ഫേഷ്യലൊക്കെ നമ്മുടെ ഒന്ന് സെറിനൈറ്റിലൊന്ന് ചെയ്ത് നോക്കുക. എന്ത് ചേഞ്ച് വന്നേന്നറിയാമോ? അപ്പോൾ അതിൻ്റെ ക്ലീനപ്പും ഒക്കെ ഉണ്ട്. എന്ത് ഭയങ്കര ചേഞ്ച്. നിങ്ങൾ ചെയ്യണതിന് മുമ്പ് ഒരു ഫോട്ടോ എടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കുക. അപ്പോൾ ഒത്തിരി ഇത് കിട്ടും. അപ്പോൾ ഓണം എന്തായാലും നല്ല ഗ്ലാമറിലിരിക്കട്ടെ. പെട്ടെന്ന് വായോ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവറിന് വന്നാണേ. ഈ മുടി അപ്പൂപ്പന്താടിയിലെ ഈ ജന്മനാ തന്നെ സിൽക്കി ഹെയർ എന്ന് പറയില്ലേ, ഈ മുടിക്കാരി നല്ലതാ. ഈ മുടിക്കാർക്ക് അധികം ഉള്ളു വെക്കില്ല, പക്ഷെ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഇടയ്ക്ക് ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെയൊക്കെ കിടക്കും. അത് ഇടയ്ക്ക് ചീവൊക്കെ ആണെങ്കിൽ നല്ല ഭംഗി വരും. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇങ്ങനെ വളഞ്ഞ് അങ്ങനെ മുടി ഉണ്ടെന്ന് തോന്നിക്കില്ല. ഭയങ്കര സോഫ്റ്റ്. കാറ്റ് വരുമ്പോൾ കെട്ടിപ്പിടിച്ച് പൊട്ടി പോകുന്നത്തെ മുടികൾ. അപ്പോൾ ഇത് നമ്മൾ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ആണ് ചെയ്യണേ. ചെറിയ കേൾസൊക്കെ അടിയിൽ വരുത്തി, ഒത്തിരി ഇല്ല, ഒത്തിരി കേള് വരുത്തുമ്പോൾ ഉള്ളു കുറവ് തോന്നിയാലും അത് കാരണം ചെറിയതായിട്ട് ലൈറ്റായിട്ടൊരു കേളിൻ്റെ ഒരവസ്ഥയിലേക്ക് പോകുള്ളൂ. അപ്പോൾ ഇതൊക്കെ കണ്ടോ, ഇത് D3 ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ തൊട്ട് പ്രായമില്ലാത്ത ആളെ കണ്ടോ. ഇതിന് പണ്ട് മുതലേ മുടി കുറവാന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ പണ്ട് മുതലേ കുറവാണെങ്കിൽ പണ്ട് മുതലേ D3 ഇല്ലായിരിക്കും. എൻ്റെയൊക്കെ പല്ലിനൊക്കെ കംപ്ലൈൻറ്റ് വന്ന് എല്ലാം കഴിഞ്ഞാൽ D3 എനിക്ക് പണ്ട് മുതലേ ഇല്ലായിരിക്കും. അപ്പോൾ നമുക്ക് ഈ D3യുടെ ഒരു പരിഹാരം കഴിക്കാം. പിന്നെ ഒരു പ്രായമൊക്കെ ആകുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ കുഞ്ഞിലെ ഇടയ്ക്കൊക്കെ വിറ്റാമിൻ സിങ്കോവൈറ്റും ബയോട്ടിനും കഴിക്കണം. പിന്നെ ഇതിൻ്റെ ആഫ്റ്റർ കെയർ ആകുമ്പോൾ അടുത്ത ഓണം ഇത് വരുമ്പോൾ ഈ വീഡിയോ ഇവിടെ എന്നോട് ഓർപ്പിക്കാനായിട്ട് മുടി വന്നത് കാണിച്ചു തന്നെ എന്നെ എല്ലാവരും രണ്ടാമത് വീഡിയോ അടിക്കാൻ വരുമ്പോൾ ഇവിടെ മുടിയൊക്കെ വന്നു കിട്ടോ എന്ന് കാണിച്ചു തരും കേട്ടോ. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഇടാം. യേശുവിൻ്റെ കൃപയാൽ അങ്ങനത്തെ മനോഹരമായ വീഡിയോ ആണ്. നിങ്ങൾക്കും ഭാഗ്യം കിട്ടട്ടെ, എനിക്കും കിട്ടട്ടെ. അപ്പോൾ ഈ യേശുവിൻ്റെ കൃപയാൽ ഈ മുടി പരസ്യത്തിന് വല്ലണ പോലെയാകും ഇപ്പം ചെയ്യുമ്പോൾ തന്നെ. പിന്നെ ആഫ്റ്റർ കെയർ മൾട്ടി വിറ്റാമിനും ഒക്കെ കഴിച്ച് ഇതിലെല്ലാം ഈ ഗ്യാപ്പുകളെല്ലാം യേശുവിൻ്റെ കൃപയാൽ നിറച്ച് മുടിയുണ്ടാകട്ടെ. ആ കാഴ്ച കാണാൻ നമുക്ക് അടുത്ത അടിക്കാൻ വരുമ്പോൾ കാണാം. ഇപ്പോൾ ഇതിൻ്റെ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമായ കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഈ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞു കേട്ടോ. ഹെയർ ബ്ലോ ഡ്രൈ ആണെങ്കിലും ചെറിയ 2 കേള എടുത്തിട്ടുള്ളൂ. ഇച്ചിരി എന്നാന്ന് വെച്ചാൽ മുടിയുടെ ഉള്ളിൽ നിങ്ങൾ അന്നേരം കണ്ടതല്ലേ, കുറച്ചേ ഉള്ളൂ. പക്ഷേ ഇങ്ങോട്ട് നോക്കി യേശുവിൻ്റെ കൃപയാൽ എത്ര മനോഹരമായിരുന്നത്. ഇങ്ങോട്ട് നോക്കാം. ആവശ്യത്തിന് മുടിയൊക്കെ ആയില്ലേ നോക്കി. അന്നേരത്തെ മുടിയാണ് നോക്കി. അടിയിൽ ഇങ്ങനെ ചെറിയൊരു കേടുള്ള കാരണം എന്നാ ഗുണം എന്ന് വെച്ചാൽ ചെയ്താന്ന് തോന്നിയില്ലേ. ഇപ്പോൾ ഇവിടെ നമുക്ക് തലയോട്ടി വല്ലതും കാണാമെന്ന് നോക്കി. അന്നേരം നിങ്ങൾ അപ്പടി തലയോട്ടിയൊക്കെ കണ്ടതല്ലേ. അപ്പോൾ ഇത് കണ്ടോ, യേശുവിൻ്റെ കൃപയാൽ ഫ്രണ്ടാട്ടോ ഏറ്റവും ഭംഗിയായത്. വന്നപ്പോൾ ഇവിടെ അപ്പടി തലയോട്ടി കാണാമായിരുന്നു. എനിക്കൊരു ടെൻഷനായിരുന്നു. യേശുവിൻ്റെ കൃപയാൽ ഫ്രണ്ട് ഒത്തിരി മനോഹരമായി. മോഹം കാണിക്കില്ലോ ഇതൊക്കെ. നമുക്ക് അതീവ മനോഹരമായി യേശുവിൻ്റെ കൃപയാലാട്ടോ ദൈവമേ. ഇത് നോക്കി. അപ്പോൾ ഇത് ഇഷ്ടം പോലെ മുടിയായി. ഇനി ആഫ്റ്റർ കെയറും മൾട്ടി വിറ്റാമിനും ഒക്കെ അങ്ങ് ചെന്ന് കഴിയുമ്പോൾ പനങ്കൊലയാകും. പണ്ട് ഇതിന് വലിയ മുടിയൊന്നും ഇല്ലാന്നാണ് പറഞ്ഞത്. പക്ഷേ അതൊക്കെ മാറി. പണ്ട് നിറച്ച് മുടിയായെന്ന് പറയുമാറ്. അടുത്ത ഓണയൊക്കെ ഒരു 5-8 മാസം കഴിയുമ്പോൾ അടിക്കാൻ വരുമ്പോൾ മുടിയുടെ കൊതി മാറിയിട്ടോ എന്ന് പറയാൻ പാകത്തിനാകട്ടെ. അപ്പോൾ ഇങ്ങനെ മുടിയുള്ളവരൊന്നും ടെൻഷൻ അടിക്കണ്ട. ഇതിന് ഭയങ്കര ടെൻഷനാണെന്ന് പറഞ്ഞാൽ ഒക്ടോബറിൽ ചെയ്യാനെടുത്ത് വന്നിട്ട് നീട്ടി കുറച്ച് മുടിയല്ലേ ഉള്ളൂ. അത് ചെയ്യുമ്പോൾ ഒട്ടിപ്പോവോ ഇങ്ങനെയൊക്കെ ഭയങ്കര ടെൻഷനാണ്. ഇപ്പോൾ വലിയ സന്തോഷമായി. ഞാൻ ഫോട്ടോയ്ക്കൊക്കെ ഇങ്ങനെ ഇടണം ഒക്കെ ഇട്ട് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇപ്പോൾ ടെൻഷനേ ഇല്ല. ഈ മുടി ഇങ്ങനെ തന്നെ കിടന്നോളൂ. ഇനി തലേന്ന് കിളുത്ത് വരുന്നത് ഇതിൻ്റെ സ്ട്രെയിറ്റാണ്. വലിയ ചേഞ്ചൊന്നും ഇല്ലാത്ത കാരണം വലിയ ഡിഫറൻസ് ഫീൽ ചെയ്യില്ല. അപ്പോൾ അതീവ മനോഹരമായി. ഇനി എപ്പം മുടി അടിക്കണമെന്ന് വെച്ചാൽ നമുക്ക് അടിക്കണമെന്ന് തോന്നുമ്പോൾ ചെയ്താൽ മതി. നമുക്ക് തന്നെ തോന്നും വൃത്തികേടായില്ലോ എന്ന് നമുക്ക് കാണുമ്പോൾ. അപ്പം അങ്ങനെ അന്നേരമാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് 6 മാസം കൂടുമ്പോൾ അങ്ങനെയൊന്നുമില്ല. എല്ലാം നമുക്ക് തോന്നും. നമ്മുടെ മുടി വൃത്തിയായി കാണുമ്പോൾ നമുക്ക് തന്നെ മനസ്സിന് സന്തോഷമാവും. ഇനി അത് വൃത്തികേടാകുമ്പോൾ നമുക്ക് തന്നെ ഇത് ചെയ്താൽ എന്നോട് എത്ര പിള്ളേർ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ, ചേച്ചി ഇത് മുടി വളരുന്ന സാധനം, ഇത് മുടി വളരുമെന്ന് എല്ലാവരോടും പറയാൻ. അത്രയ്ക്കും എല്ലാവർക്കും ചേഞ്ച് ഉണ്ട്. മുടിക്ക് വളരും. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. ഒന്നും പേടിക്കൊന്നും വേണ്ട. അപ്പോൾ ഇഷ്ടപ്പെട്ടോ? തീർച്ചയായും ഇഷ്ടപ്പെട്ടു എന്നാട്ടോ. അപ്പോൾ ശരി എന്നാ.
ഈ മോള് ഹെയർ മേക്ക് ഓവറിന് വന്നാണ്. ഹെയർ ലാക്സിങ് ആണ് ചെയ്യാൻ പോണേ. മുടി കണ്ടോ, ഇവിടെയൊക്കെ പിന്നെ ഉള്ളുണ്ട് കേട്ടോ, അടിയിട്ട് വള്ളി പോലെയാണ്. ഇത് മെട്ടർ എന്നൊക്കെയാണ് പറഞ്ഞേക്കണം. എന്നെ വെച്ച് വെട്ടിക്കളയാം ചെയ്തു വരുമ്പോൾ ഇച്ചിരി നീട്ടുള്ളൂ, ഇത്രയൊക്കെ വെട്ടിക്കളയണ്ടേ. മനുഷ്യൻ്റെ ഒരു സ്നേഹം കേട്ടോ. മുടിക്ക് ഉള്ളു വയ്ക്കാനൊന്നും നോക്കുമൊന്നുമില്ല കേട്ടോ. ഈ മുടിയുടെ വാലിനെയാണ് സ്നേഹിച്ചുകൊണ്ട് നടക്കുന്നത്. ഇത് വെട്ടിയത് കടലാസിൽ പോയി കൊടുത്തു പോകണം, കുറ്റം വെട്ടരുതെൻ്റെ പോലെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കണം. അപ്പോൾ ഇതിങ്ങനെ ഈ ഇപ്പോൾ ഒരു സോഫ്റ്റ് ഹെയറാണ്, ഇങ്ങനെ പഞ്ഞി പോലത്തെ മുടിയാട്ടോ. പക്ഷെ ഇങ്ങനത്തെ മുടി ഉരുണ്ട് കയറുന്നത് നമ്മളിപ്പോൾ പറയാണ്ട് തന്നെ അതിങ്ങനെ ഉരുണ്ട ഇരിക്കണത് കേട്ടോ. ഇങ്ങനെ ഇരിക്കും. ഇതിനി അതാണ് ആ മുടിയുടെ ഇത് കേട്ടോ, തന്നെത്താനൊരിങ്ങനെ വളഞ്ഞ് ഇതിങ്ങനെ. അപ്പോൾ ഒരു തിക്നെസ് തോന്നിക്കില്ല, അത് ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു ഭംഗി തോന്നിക്കില്ലല്ലോ. യേശുവിൻ്റെ കൃപയാൽ ഇനി അതിമനോഹരമാകുന്ന പരസ്യത്തിന് വരുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഈ സുന്ദരിയുടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞേ കണ്ടോ. ആദ്യം നിങ്ങൾ കണ്ടില്ലായിരുന്ന മുടി. ഈ മുടി നമ്മൾ ഈ വിറ്റാമിൻ ഗുളികയുടെ ഗുണം അറിയണമെങ്കിൽ ആശാക്ക് 1 വർഷമായിട്ട് ബയോട്ടിക് കഴിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇത് മൊബൈൽ കണ്ടത് ഇവിടുത്തെ മുടിക്ക് ഒരു പൊട്ടലുമില്ല. ഞാനിങ്ങനെ പറയുതേ ഇപ്പോഴൊരു പൊട്ടലുമില്ല. ഇത് ഇവിടെ കണ്ടോ, ഒരു പൊട്ടലുമില്ല. പണ്ടത്തെ മുടി കണ്ടോ അപ്പടിയും പൊട്ടിയതേ. ഒരു 2 വർഷം മുമ്പുള്ള മുടിയാണ് ഈ പൊട്ടി ഇരിക്കണ കണ്ടോ. അപ്പോൾ ഇവിടെ ആവശ്യത്തിന് നല്ല തിക്നെസ്സും ഉണ്ട്. അപ്പോൾ നമ്മൾ ആ വിറ്റാമിൻ ഇങ്ങനെ കഴിക്കുന്നതിൻ്റെ ഗുണം ഇപ്പോൾ പറയുമ്പോൾ മനസ്സിലാണല്ലേ. അപ്പോൾ മൾട്ടി വിറ്റാമിൻ ബയോട്ടിനൊക്കെ കഴിക്കണം. ഇത് ആദ്യമായിട്ടല്ലേ മുടി ചെയ്യണത്. ഇത് മുടി ചെയ്യണതിന് മുമ്പ് കഴിച്ച കാര്യമാണ്. ഇത് ആദ്യമായിട്ടാണ് മുടി ചെയ്യാൻ വന്നത്. ഇതിൻ്റെ നിങ്ങൾക്ക് ഉള്ളു നോക്കുമ്പോൾ അറിയാൻ പാടില്ല, ഇവിടെ നല്ല ഉള്ളും ഇങ്ങോട്ട് ഉള്ളു കുറവും. ഇനി തലേന്ന് കിളത്ത് വന്നത് ആഫ്റ്റർ കെയറും മൾട്ടി വിറ്റാമിനോട് കഴിക്കുമ്പോൾ ഭയങ്കര തിക്നെസ് വരും. നല്ല തിക്നെസ്സുള്ള മുടിയാണോ നേരത്തെ, അപ്പോൾ അത്രയും തിക്നെസ് വരും. അപ്പം ഇത് എരിവാല് പോലെ നമ്മൾ ചെയ്ത് ഇത്രയും മുടി ഉണ്ടാകുന്നുള്ളൂ. ഇത് വെട്ടിക്കില്ല. ഇനി എന്നാ ചെയ്യാം. ഈ അറ്റമൊക്കെ ഇവിടെ ഇത്രയൊക്കെ വെട്ടിക്കളഞ്ഞാൽ പിന്നെ ഉള്ളു തോന്നിക്കും. എൻ്റെ മുടി അയ്യോ എൻ്റെ ഹസ്ബൻഡ് വഴക്ക് പറയും, മുടി വേണമെങ്കിൽ നീ ചെയ്തു അറ്റം വെട്ടറെന്നാ പറഞ്ഞാൽ വിട്ടാൽ ഇച്ചിരി വാലൊക്കെ നമ്മൾ വെട്ടിക്കളഞ്ഞു. അപ്പം ഇങ്ങനെ ഒട്ടും ഫ്രണ്ടൊന്നും വെട്ടിക്കില്ല. അപ്പം ഈ മുടിക്ക് ഇപ്പോൾ നല്ല തിക്നെസ്. ഇതും ഈ തിക്നെസ്സും ഇവിടെ പൊട്ടലില്ലാണ്ട് നല്ല ഫിനിഷിങ്ങിൽ, അതാ മൾട്ടി വിറ്റാമിൻ കുറയുമ്പോഴാണ് മുടിക്ക് പൊട്ടൽ വന്ന് നമുക്ക് കണ്ടമാനം ഡെഫിഷ്യൻസി വരുമ്പോഴാണ്. അപ്പം മനസ്സിലായാലും പിന്നെ നര വരും. പൊട്ടൽ വരുമ്പോൾ ശ്രദ്ധിച്ചില്ലേ വൈറ്റ് ഹെയർ വരും. അപ്പോൾ മോളെ മുടി ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടോ? അപ്പം ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ടത്. അന്ന് ഞാൻ എടുത്തു പറയുമ്പോൾ നന്നായിട്ടുണ്ട്. ഇപ്പോൾ ഒത്തിരി ദൂരെന്ന് വന്നാണ്. അപ്പോൾ അതിമനോഹരമായിട്ടില്ലേ നോക്കിയത്. ഉള്ളൊക്കെ അതേ വേണ്ട മുടി മേലൊക്കെ നല്ല ഉള്ളുണ്ട് കേട്ടോ. അല്ലേ യേശുവിൻ്റെ കൃപയാൽ അതീവ മനോഹരമായി. ഇനി ഈ കൊച്ചിൻ്റെ മുടി ഇങ്ങനെ സ്ട്രെയിറ്റ് ആയത് കാരണം തലേന്ന് കിളത്ത് വരുന്നതും വലിയ ഇങ്ങനെ വളവും ഇങ്ങനെ ഭയങ്കര ചുരുണ്ട മുടിയൊന്നുമല്ല. ഒരു സോഫ്റ്റ് ഈ പഞ്ഞിക്കുടം പോലത്തെ മുടിയാകുന്നുള്ളൂ. അത് തന്നെ ഒരു കനം വയ്ക്കും കേട്ടോ. ഈ പഞ്ഞിക്കുടം പോലത്തെ മുടിക്ക് ഒരു കനം വയ്ക്കും ഇത് ചെയ്യുമ്പോൾ. അതെങ്ങനെയാണെന്ന് എനിക്കറിയാൻ പാടാം. അപ്പോൾ അതുപോലെ ഈ അപ്പൂപ്പന്താടി പോലത്തെ മുടിയൊക്കെ ഇച്ചിരി ബലമായിട്ട് വരും. അതെന്നാണോ ഇങ്ങനെയൊക്കെ ഒരു കനം വെച്ചു, അങ്ങനെ അതിമനോഹരായി. അപ്പം ഇങ്ങനെയുള്ള മുടിയുള്ളവരൊക്കെ ഇങ്ങനെ ചെയ്തിടുക. മുടി ചെയ്യണി എന്തിനാ? ആരെ കാണിക്കാൻ? ആരെയും കാണിക്കാനല്ല, നമുക്ക് കാണാൻ. നമുക്ക് കണ്ണാടി വെക്കുമ്പോൾ കാണുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് കൂടും. നമുക്കതൊരു ഭയങ്കര മുടി ഒരു 90% മേക്ക് ഓവറായി. പിന്നെ മുഖത്ത് ഇച്ചിരി ഒരു ലിപ്സ്റ്റിക്ക് ഇട്ട് കണ്ണെന്ന് എഴുതി ഒരു മോയ്സ്ചറൈസറും തേച്ച മേക്കപ്പായി ഓർഡർ നടക്കാൻ. അപ്പോൾ അങ്ങനെ നമുക്ക് എത്ര സിമ്പിളായിട്ട് നമ്മുടെ മേക്കപ്പ് നമുക്കുടെ അതൊക്കെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യണം. അപ്പോൾ ഇങ്ങനെ മുടി ചെയ്യാൻ എല്ലാവരും പെട്ടെന്ന് ഈ പോലെ ശരിയത്. ഈ മോക്കടെ ഹെയർ ട്രീറ്റ്മെൻറ്റ് വന്നാൽ നല്ല മുടിയൊക്കെ കുഞ്ഞു കൊച്ച യേശുവിൻ്റെ ഒക്കെ നല്ല മുടിയൊക്കെയാണ്. പക്ഷേ ഇങ്ങനെ ഈ മുടി കിടക്കുമ്പോൾ വല്ല ഭംഗിയുണ്ടോ? ഈ മുടിയിൽ നമുക്ക് ഒന്ന് സ്റ്റൈലാക്കണ്ടേ, സ്റ്റൈൽ. അപ്പോൾ അതോടുകൂടി നമ്മളിങ്ങനെ ആൾ മാറിയ പോലെയാകും. 90% നമ്മുടെ ഒരു സൗന്ദര്യത്തിൻ്റെ മേക്ക് ഓവറിൻ്റെ ഒരു മെയിൻ ഘടകമാണ് മുടി. അപ്പോൾ നമുക്ക് അത് അതിമനോഹരമാകുന്ന കാഴ്ച യേശുവിൻ്റെ കൃപയാൽ കാണാൻ ഒരു 4 മണിക്കൂർ വേണം. അത് കഴിഞ്ഞ് യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ഞാൻ അന്നേരം പറഞ്ഞില്ലേ യേശുവിൻ്റെ കൃപയാൽ പരസ്യത്തിന് വരുന്ന പോലെ ആകുമെന്ന്. നല്ല തിക്ക് ഹെയറാണ്, ഭയങ്കര മുടിക്ക് കട്ടിയുള്ളത്, പക്ഷെ ഭയങ്കര ഡ്രൈ, കുഞ്ഞിക്കൊച്ചു, പ്രായം കുറവാണ്. ഇപ്പം നമ്മൾ ഓർക്കുക പണ്ടൊക്കെ ഒരു 30 വയസ്സ് വരെ നമുക്ക് മുടി തിളങ്ങുമായിരുന്നു, മുടിയും കണ്ണും ഒക്കെ തിളങ്ങുമായിരുന്നു. നമ്മുടെ ഹെൽത്തിൻ്റെ പ്രതീകമാണ്. മുടി ഡ്രൈ ആയി പൊട്ടുമ്പോൾ നമ്മൾ കെയർലെസ് ആയിട്ട് ഇരിക്കരുത്. വെള്ളമാണ്, കാറ്റാണെന്നൊക്കെ പറഞ്ഞാൽ ഉള്ളിലത്തെ ഇതാണ് കാണിക്കുന്നത്. ഉള്ളു മോയ്സ്ചറൈസിങ് ആക്കുക, മൾട്ടി വിറ്റാമിൻ കഴിക്കുക, വിറ്റാമിൻ ഡി ടെസ്റ്റ് ചെയ്യുക,
ടെസ്റ്റ് ചെയ്തതിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. മുടിയൊക്കെ നരച്ച് കഴിഞ്ഞിട്ട് എന്നും കളറൊക്കെ ചെയ്ത് കാശെല്ലാം പോകണമെന്നറിയാം. പിന്നെ എന്തെല്ലാം പല്ലൊക്കെ കംപ്ലൈൻറ്റ് വന്ന് പോയി എൻ്റെ. അന്നത്തെ കാലത്ത് ബോധമില്ല. വിറ്റാമിൻ ഈ കൊറോണ കാലം വന്ന പിന്നല്ലേ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി വന്നാൽ ഇങ്ങനെയൊക്കെയുണ്ട്. വാട്സപ്പിൽ ഓരോന്നൊക്കെ കാണാൻ. അപ്പോൾ നമ്മൾ നോക്കിയാൽ നിങ്ങൾക്ക് നല്ലത് കേട്ടോ. കൊച്ചിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യേശുവിൻ്റെ കൃപയിൽ കൊച്ചിന് എന്ത് സുഖമായി. ഞാൻ പറയുന്നത് ഒരു 5-8 മാസം ഒരു മുടി ഒഴുകി കിടക്കും. കുറേ പണം തൊട്ട് കുറേ സമയം എടുത്ത് ഇതിനെ ഈ രൂപമാക്കാൻ. അപ്പടി ആദ്യം കണ്ട ഫോട്ടോയിൽ ഒരു വെട്ടാൻ വേണ്ടി മുടി ആദ്യത്തെ വീഡിയോയിൽ കൊച്ചിൻ്റെ മുടി നനച്ചു വെച്ചാൽ ഞാൻ പറഞ്ഞില്ല കേട്ടോ, ഞങ്ങൾക്ക് എണ്ണമല്ലായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ ഫ്രസിയായിട്ട് പൊട്ടിയിരിക്കണ മുടിയാണ്. യേശുവിൻ്റെ കൃപയാൽ അതിനെ അപ്പടി ഒതുക്കിയെടുത്തു. സാധാരണ നമ്മൾ ചില വോളിയം തോന്നുന്നത് ഇത് ഒതുക്കിയതാ പൊട്ടൽ മാറാൻ. അപ്പോൾ അതേ കൊച്ചിനൊരു നാച്ചുറൽ ലുക്കിൽ കേളൊന്നും വേണ്ടെന്നാണ് പറഞ്ഞത്. കൊച്ചിന് ഹെയർ റിലാക്സിങ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് യേശുവിൻ്റെ കൃപയാൽ ഇത് അതിമനോഹരമായത് കണ്ടോ. ഉള്ളൊക്കെ വേണ്ടതുണ്ടായിരുന്നു കേട്ടോ. യേശുവിൻ്റെ കൃപയാൽ കണ്ടോ അതിമനോഹരമായില്ലേ നോക്കിക്കേ. അപ്പോൾ നല്ല സോഫ്റ്റുമായി നല്ല ഗ്ലോയുമായി. അപ്പം ഇഷ്ടപ്പെട്ട മോളെ? കൊച്ചിനെ ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. കൊച്ചിനി ഇത് നമ്മൾ ചെയ്തതിൻ്റെ സുഖം. വാഷിംഗ് മെഷീൻ മേടിച്ചാൽ പിന്നെ നമ്മൾ ആരെങ്കിലും തുണി കഴുകാൻ പോവോ? അതുപോലെയാണ്. വേറെ ഒരു ഉദാഹരണം പറഞ്ഞാൽ കേട്ടോ. അപ്പം നമ്മൾ ഈ സുഖം കണ്ടുപിടിച്ചാൽ പിന്നെ മുടി നമുക്കിത് ചെയ്യാണ്ട് പറ്റില്ല. കാരണം മുടി പറക്കി ഒരു ഭയങ്കര കഷ്ടപ്പാടാണ്. ഇതെന്ന് പറഞ്ഞാൽ തലയിൽ നിന്ന് കുലുക്കി ഞാനൊക്കെ ചീകാറേ ഇല്ലത്. ഇങ്ങനെയൊക്കെ കാണിച്ച് എൻ്റെ മുടി ഹെയർ സ്റ്റൈൽ ഓക്കെ ചെയ്ത് ഇങ്ങനെ ഒരു തള്ളോടെ കൊടുത്താൽ മതി. ഇങ്ങനെ ഓക്കെ അത്രയേ ഉള്ളൂ. അപ്പോൾ ഹെയർ മേക്കോർ എന്ന് പറഞ്ഞിട്ട് 90% മേക്കപ്പായി. ഒരു ഡ്രസ്സ് കൊടുത്തിട്ടു, ഒരു മോയ്സ്ചറൈസിങ് ഇട്ട്, ഒരു ലിപ്സ്റ്റിക് ഇട്ട് മേക്കപ്പായി. സിമ്പിളായി നടക്കുകയും ചെയ്യാം, അടിപൊളിയായിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ മുടി ചെയ്യാനുള്ളവരെല്ലാം യേശുവിൻ്റെ കൃപയിൽ അതിമനോഹരമായിട്ട് ചെയ്തു തരാം. നല്ല ബ്രാൻഡഡ് കമ്പനിയുടെ ചെയ്യുള്ളൂ. ആഫ്റ്റർ കെയർ ഒക്കെ യൂസ് ചെയ്താൽ രണ്ടാമത് അടിക്കാൻ വരുമ്പം ഇത് സോഫ്റ്റ് ആകണത് കൂടാണ്ട് പനങ്കല പോലെ ആവുകയും ചെയ്യും. ഞാൻ പറഞ്ഞ പോലെ എല്ലാം കേൾക്കുകയും ചെയ്യണേ. അപ്പം എല്ലാവരും നിരനിരയായിട്ട് വേഗം പോലെ ഈ മോക്കടെ ഹെയർ മേക്കോറിന് വന്നാണ്. ചിരിക്കണ വേറെ ഒന്നുമല്ല. ഈ മോക്ക് വൈറ്റ് ഹെയർ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു മോള് കുഞ്ഞല്ലേ, മോക്ക് പ്രായമില്ലോ, D3 കുറവായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ D3 കുറവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു D3 കുറവായിരിക്കും, ഒരു വിറ്റാമിനും കാണില്ലെന്ന് പറഞ്ഞേ. അപ്പം അശാത്തി പറഞ്ഞു എനിക്ക് പ്രായമുണ്ടെന്ന്. ഞാൻ പറഞ്ഞു 30 ഉള്ളൂ, കണ്ടിട്ട് എന്നായാലും 30 ഉള്ളൂ. ആ 30 അപ്പം മോളെ 30ക്ക് പ്രായമാണെന്ന് പറഞ്ഞല്ലേ. അത് കൗമാരമായിട്ടുണ്ട്. ഞാനൊക്കെ യൗവനാന്ന് പറഞ്ഞോടെ നടക്കണ യേശപ്പാ സ്തോത്രം, എൻ്റെ പിതാവേ സ്തോത്രം. അപ്പോൾ ഈ മുടി നല്ല റഫാണ്, പിടിച്ചാൽ ഊരിനുണ്ട്. ഈ D3 കുറവാണെങ്കിൽ ഒരു വിറ്റാമിൻ ശരീരത്തിൽ കാണാൻ ചാൻസ് ഇല്ല. അപ്പം അതൊക്കെ കൊച്ചിനെ പരിഹരിക്കുമായിരിക്കും. അപ്പോൾ നമ്മൾ ഇനി എല്ലാവരും ഞാൻ പറയും, ഞാൻ പേടിപ്പിക്കുന്ന പോലെ പറയുന്നത് അത്രയും പറഞ്ഞാൽ എന്തെങ്കിലും ആക്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനും അങ്ങനെയൊക്കെ ഒത്തിരി കേട്ടാൽ അനുഭവം ഇങ്ങനെ എന്തെങ്കിലും ആശുപത്രി പോകും. എല്ലാവർക്കും മടിയാലോ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാനും പോകാനും ഒക്കെ. വെച്ചുകൊണ്ടിരിക്കും, അതിങ്ങനെ അങ്ങ് കഴിച്ചാൽ മതി ഇങ്ങനെയൊക്കെ ഓർത്തി. അവസാനം അതിൻ്റെ പ്രശ്നങ്ങളിലേക്ക് കിടക്കുമ്പോഴാണ് നമുക്ക് ഭയങ്കര മുടിയൊക്കെ വൈറ്റ് ഹെയർ വന്ന് പിന്നെ അത് കളർ ചെയ്യാൻ നടക്കണം. എന്തെല്ലാം കാശ നഷ്ടം. ആദ്യമേ ഞാൻ D3യുടെ ഗുളിക കഴിച്ചെങ്കിൽ ഇനി ആയാലും ഈ കൊച്ചിനെ കംപ്ലീറ്റ് ബ്ലാക്ക് ഹെയർ വരും. കാരണം എന്ന് വെച്ചാൽ ഒരു 50 കഴിഞ്ഞവർക്ക് ഈ വൈറ്റ് ഹെയർ പിന്നെ വിറ്റാമിൻ കഴിച്ചാൽ ബ്ലാക്ക് ആകാണ്ടിരിക്കുള്ളൂ. ഈ കൊച്ചിന് ഇനി ആയാലും ഇത് ഫുൾ ബ്ലാക്ക് ആകാനാണ് ചാൻസ്. ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. വിറ്റാമിൻ ഇതൊക്കെ മാറുമ്പോൾ ഈ പിന്നെ നരച്ചിട്ട് പിന്നെ പ്രഗ്നൻസി കഴിയുമ്പോൾ എല്ലാം ബ്ലാക്ക് ആകണ മനുഷ്യരെ കണ്ടിട്ടുണ്ട്. കാരണം എല്ലാം ഫോളിക് ആസിഡ് എല്ലാം ഇങ്ങനെ നിരനിരയായിട്ട് കാൽസ്യം മുതലെല്ലാം കഴിക്കുമല്ലേ. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ ഇത് കരാട്ടിനാണ് ചെയ്യണേ. കരാട്ടിൻ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഉണ്ട് കേട്ടോ. തീരെ ലോ ക്ലാസ് കരാട്ടിനുണ്ട്. നമ്മൾ അടിച്ചു നോക്കിക്കോ നിങ്ങൾ ഇതിലെ ഗൂഗിളിലൊക്കെ ഇത് കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോടാനിസ നമ്മൾ ചെയ്യുന്ന ഏറ്റവും അപ്ഡേറ്റും ഭയങ്കര കോസ്റ്റ്ലിയാണ്. കോസ്റ്റ്ലി എന്ന് പറഞ്ഞാൽ കാശ് കോസ്റ്റ്ലി മാത്രമല്ല, അതനുസരിച്ച് ഗുണമുള്ള സൂപ്പർ സംഭവമാണ് നമ്മൾ ചെയ്യണേ. തലയിൽ ചെയ്യുമ്പോൾ ബ്രാൻഡഡും അടിപൊളി സംഭവം ചെയ്തില്ലെങ്കിൽ പിന്നീട് അതിൻ്റെ ഭവിഷ്യത്ത് വരും. തലയും സ്കിന്നും പല്ല് എന്തും നമ്മുടെ ശരീരത്തിൽ ദൈവം തന്നതിൽ നല്ല ബ്രാൻഡഡ് തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ അതിൻ്റേതായ ഗുണം കാണും. ഗുണം ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ഇപ്പോൾ ഓരോരുത്തർക്ക് ക്രീം തേച്ചിട്ട് അലർജി എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ നമ്മൾ ബ്രാൻഡഡ് കമ്പനിയായിട്ട് യൂസ് ചെയ്യാനുള്ള ചുണ്ടയിലൊക്കെ എന്നും ഇടുവാണ് എല്ലാം. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ ഇത് അതിമനോഹരമാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. അപ്പോൾ മുടി സ്റ്റൈൽ ആകുക എന്ന് പറഞ്ഞാൽ 3/4 മേക്കപ്പായി.
ചെട പിടിക്കണ്ട. പിന്നെ നമ്മൾ ആഫ്റ്റർ കെയർ ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഈ മോക്ക് പണ്ട് ഭയങ്കര തിക്ക് ഹെയർ അല്ല, ആ തിക്ക് ഹെയറിട്ട് തന്നെ ഈ മുടിയാവും കേട്ടോ. മൾട്ടി വിറ്റാമിൻ ഗുളികയും കഴിച്ച് ആഫ്റ്റർ കെയർ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതുപോലെ പനംകൊല തന്നെയാണ്. അപ്പോൾ ഇനി അടുത്ത വർഷം ചെയ്യാൻ വരുമ്പോൾ ഇതിൻ്റെ ഇരട്ടി മുടിയായിട്ട് നമുക്ക് ഞങ്ങളെ ഓർപ്പിക്കണം കേട്ടോ. മുടി ഉള്ളു വന്നെങ്കിൽ അപ്പോൾ നമ്മൾ വീഡിയോ പിടിച്ചിരുമ്പോൾ പ്രത്യേകം പറയാം. അവർ തന്നെ ഓർപ്പിക്കുമ്പോൾ ഞാൻ ഓർക്കണം. നമ്മളിപ്പോൾ അടുത്ത ഒരു വർഷം കഴിയുമ്പോൾ ഈ മോളെ പോലും ചിലപ്പോൾ കണ്ടാൽ തിരിച്ചറിയില്ല, ഇങ്ങനെ മറന്നൊക്കെ പോകുമല്ലോ അടുത്ത് കാണാണ്ടിരിക്കുമ്പോൾ എപ്പോഴും. പിന്നെ പെട്ടെന്ന് ഓർമ്മ കിട്ടും കേട്ടോ. എന്നാലും അപ്പോൾ അവർ തന്നെ പറയുന്നത് തിക്നെസ് ഒക്കെ ആകിയെന്ന. യേശുവിൻ്റെ കൃപയിൽ എല്ലാവരും അങ്ങനെ പറഞ്ഞാൽ കേൾക്കാനുള്ള ഭാഗ്യമുണ്ട്. അത് കാരണം നമുക്ക് മുടി ചെയ്യാൻ ഒത്തിരി പേര് വരുന്നുണ്ട്. എല്ലാവരും പറയും ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ്. പ്രാർത്ഥിച്ചിട്ട് ഒന്നാമത്തെ കാര്യം ഒന്നത്. രണ്ടാമത്തെ കാര്യം പ്രാർത്ഥനയാട്ടോ ഏറ്റവും ഫസ്റ്റ്. രണ്ടാമത്തെ കാര്യം ഒരു മൾട്ടി വിറ്റാമിൻ ഒക്കെ എടുത്താൽ വിറ്റാമിൻ ഡെഫിഷ്യൻസി അതൊക്കെ ദൈവം അതൊക്കെ ബോധം കൊടുക്കണമെന്നല്ലേ. അപ്പോൾ അത് രണ്ടാമത്തെ. പിന്നെ ആഫ്റ്റർ കെയർ 3, ആരോഗ്യം. പിന്നെ ABC ജ്യൂസ് അങ്ങനെ ഹെൽത്തൊക്കെ നോക്കുമ്പോൾ അങ്ങനെ എല്ലാം കൂടെ ഒത്തുവരുമ്പോഴാണ് പനങ്കൊല പിന്നെയും രണ്ടാമതും പനങ്കൊലയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട മോളെ? ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞ സുന്ദരിയ മുഖം കാണിക്കാൻ നല്ല കാര്യമുണ്ട്. കിട്ടുന്ന അവസരം എല്ലാവരും കളയുമോ? അപ്പോൾ ശരി. എന്നാ ഈ മോക്കടെ ഹെയർ മേക്കോറിന് ഒന്നാണ് ഇത്. കാര്യം നല്ല മുടിയാണെങ്കിലും ഭയങ്കര ഡ്രൈ ആട്ടോ. ഭയങ്കര ഡ്രൈ എന്ന് പറഞ്ഞാൽ അതേ എൻ്റെ കൈ തൂക്കിയിട്ടാട്ടോ. കൊച്ചിന് വേദന എടുക്കുന്നത് 10 എത്ര കിലോ ഉണ്ട് അത്രയും കൈ ഇങ്ങനെ തൂക്കിയിട്ട് അതേ കിടന്നോളും. ഡ്രൈ ആണ് ഇത്. പെർമനൻറ്റ് ബ്ലോ ഡ്രൈയെ കൊച്ച് ആഗ്രഹിച്ച് പറഞ്ഞേക്കണേ. അങ്ങനെ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. യേശുവിൻ്റെ കൃപയാൽ അങ്ങനെ കിട്ടട്ടെ. അതിമനോഹരമായ കാഴ്ച, പരസ്യത്തിന് നല്ല കാഴ്ചയാണ്. വെയിറ്റ് ചെയ്യുക. ഇത് കണ്ടോ മുടിയൊക്കെ കാണിക്കുന്നതിന് കുഴപ്പമുണ്ടോ? മോൻ കാണിക്കണതിന് കുഴപ്പമുണ്ട്. ഇതേ കണ്ടോ ഇവിടെയൊക്കെ മേളിൽ കണ്ടോ ഇതേ കുരിശ് പോലെ ഇങ്ങനെ മുടിക്ക് തലയ്ക്ക് ചുറ്റും ഇതേ ഇങ്ങനെ കുരിശല കിരീടം പോലെയാട്ടോ. അതേ ഫുള്ളുണ്ട്. അപ്പോൾ ഇതൊക്കെ അതിമനോഹരമാണ്. നമുക്ക് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ചെയ്ത് നോക്കാം. യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമാകുന്ന കാഴ്ച കാണാൻ നമുക്ക് ഭാഗ്യം കിട്ടട്ടെ. അപ്പോൾ ശരി. ഈ മക്കളുടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ചെയ്തതിൽ കേള് കിട്ടിയില്ല. കേളിന് മാക്സിമം നോക്കി. അടി ഭയങ്കര ഫ്രിസി പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അടി നന്നായിട്ട് മസാജ് ചെയ്ത് നന്നായിട്ട് അയൺ ചെയ്യാണ്ട് അടി കുറച്ച് അയൺ ചെയ്യാവുള്ളൂ. അന്നേരം നമുക്ക് ഫ്രഷ്നെസ് വന്നു. അപ്പോൾ അയൺ ചെയ്തു. അപ്പോൾ ഇങ്ങനെ ശരിയാവില്ല. പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ആ കേള് നമുക്ക് കിട്ടിയില്ല. മാക്സിമം ശ്രമിച്ചായിരുന്നു. പക്ഷേ മേലത്തേക്കാൾ തിക്നെസ്സിൽ അടി വന്നതാണ്ടോ. ഈ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ചെയ്തപ്പോൾ ഇവിടുത്തെ തിക്നെസ്സിനേക്കാളും അടിയിൽ ഉള്ളു തോന്നിക്കണുണ്ടോ. സാധാരണ എല്ലാവരുടെയും അടി കുറ്റിച്ചൂല് പോലെ വരും. ഇത് പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ചെയ്ത കാരണമാണ് അത് ഇവിടെ ഒതുങ്ങിയിരുന്നിട്ട് ഇവിടെ കണ്ടോ നല്ല തിക്നെസ്സിൽ കിടക്കണുണ്ടോ അടിയിൽ. അപ്പോൾ അങ്ങനെ കിടക്കുമ്പോൾ നാച്ചുറൽ ഒരു ലുക്ക് വരുള്ളൂ. ഇത് ചെയ്ത പോലെ ഒന്നും തോന്നിക്കണില്ല. എല്ലാവർക്കും ഇതിൻ്റെ ആഗ്രഹം അടിയിൽ ഇച്ചിരി ഉള്ളു തോന്നിക്കുന്ന രീതിയിൽ വരണം. അപ്പോൾ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ഈ മോക്ക് ഇങ്ങനെ കിട്ടുള്ളൂ. ഭയങ്കര ഫ്രസി എന്ന് വെച്ചാൽ മണിക്കൂറുകൾ എടുക്കണ്ടോ അയൺ ചെയ്യാൻ. ആ മുടിയുടെ ഇതാ പിന്നെ നല്ല കട്ടിയുള്ള മുടിയാണ്. അപ്പോൾ അത് പിരിവിരൂന്നൂടെ ആയിപ്പോയി. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ ഇതായിരിക്കും ഈ മോക്ക് ചേർന്നത്. ഇത്തിരി കാലം കേളും ഒക്കെ ആയിട്ടിരുന്നാലേ ഈ കേളില്ലാണ്ട് നിൽക്കട്ടെ. അടിയിൽ പക്ഷെ നല്ല ഭംഗിയായില്ലേ നോക്കിയേ. നല്ല കേളിനേക്കാളും മനോഹരമായി. കേള് വരുമ്പോൾ ഉള്ളു തോന്നിക്കില്ല. ഇത് കണ്ടോ അതീവ മനോഹരമായില്ലേ നോക്കി. ഇങ്ങനെ ലെയറൊക്കെ എടുത്തു. ലെയർ എടുത്ത കാരണം ഇവിടുത്തെ ഇതിനേക്കാളും ഇരട്ടി ഉള്ളു തോന്നിക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട കോമഡിക്കാരിയായിട്ട് അത്രയും നേരം ഞങ്ങൾ ചിരിച്ച മണ്ണ് നോക്കി. ആദ്യം മിണ്ടാട്ടില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾ നിഷ്കളങ്കരാണെന്നപ്പോൾ മനസ്സിലാക്കിയപ്പോൾ കോമഡിയാട്ടോ. കൊച്ച് ലണ്ടനിൽ പഠിക്കുക. മുഖം കാണിക്കാൻ പറഞ്ഞാൽ കാണിക്കില്ല. അപ്പം ലണ്ടനിൽ ആപ്പിൾ മാത്രം തിന്നാൻ ഇവിടുത്തെ പോയപ്പോൾ വേണ്ട മുടിയുണ്ടാകും അവർക്ക്. നമ്മുടെ ചക്കക്കുടിയൊക്കെ നല്ലത്. ലണ്ടനിൽ പോയപ്പോൾ മുടിയെല്ലാം പകുതിയായി പോയെന്നാ കൊച്ചു പറയണേ. അപ്പോൾ ഇനി അതിൻ്റെ മൾട്ടി വിറ്റാമിനൊക്കെ കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ ഇതൊക്കെ അതിമനോഹരമായി കൊച്ചിനും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ മുടിയുള്ളവർ പ്രത്യേകിച്ച് പുറത്തോട്ട് പോകണം. പിള്ളേർ മുടി ചെയ്തിട്ട് പോകണം. കാരണം അല്ലെങ്കിൽ അവിടെ ചെന്ന് ഫ്രസി ഹെയറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യലൊക്കെ ഭയങ്കര പാടില്ല. ഒന്നും ചെയ്യണം. കൊച്ചിന് തന്നെ കൈകൊണ്ട് ചെയ്യുക ചീക്ക് പോലും വേണ്ട. പക്ഷെ ചെയ്യണം. രക്തോട്ടം ഉണ്ടാകാൻ ഇടയ്ക്കൊന്ന് ചീകുമൊക്കെ ചെയ്യണം. ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് ഇങ്ങനെ ചെയ്യുന്നവർക്ക് ആഫ്റ്റർ കെയർ മേടിക്കാൻ പറ്റുന്നവർ ചെയ്താൽ മതി. അതുപോലെ മൾട്ടി വിറ്റാമിൻ കഴിച്ചാൽ മാത്രം ഉള്ളിലത്തെ ഫ്രഷ്നെസ് കുറഞ്ഞാലും മുടി ഇങ്ങനെ ഭയങ്കര പിരിവിരിപ്പ് മാറുകയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ലണ്ടനിലൊക്കെ ആയതാണ് D3 ഒക്കെ ടെസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം ചെയ്യുമെന്ന് വിശ്വസിക്കണം. അനുസരണ വെച്ചാൽ തോന്നണം. അപ്പോൾ ശരി എന്താ.